So next term that we're going to discuss is FTL and LTL, that is full truckload and less than truckload. So the load or shipment is homogeneous and will fill up the entire truck or container. ഇപ്പം നമ്മുടെ ഒരു ഗുഡ്സ് വെഹിക്കിളിൽ ലോഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഷിപ്മെൻറ്റ് അല്ലെങ്കിൽ കാർഗോസ് എന്ന് പറയുന്നത് ഒരേ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും നമ്മൾ ഒരു 90% എന്ത് ചെയ്യുക, ലോഡ് ചെയ്യുക അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു അരി കൊണ്ടുപോകുന്ന അതുപോലെ റൈസ് കൊണ്ടുപോകുന്ന ഒരു കണ്ടെയ്നർ ഒന്ന് ഇറ്റ്സ് നോട്ട് എ കണ്ടെയ്നർ, ഒരു ലോറി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാം അരിയുടെ തന്നെ ചാക്കുകളായിരിക്കും അല്ലെ, 50 kg ചാക്കുകളായിരിക്കും, ഇഷ്ടംപോലെ ചാക്കുകൾ ഉണ്ടാകും ഒരു ലോറിയിൽ ഫില്ല് ചെയ്തിരിക്കും. അതായത് വിത്തൗട്ട് എനി ഗ്യാപ്പ് ഇറ്റ് വിൽ ബി ഫിൽഡ്. സോ ദാറ്റ് ഈസ് എ ഹോമോജീനസ് നേച്ചർ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ആയിരിക്കും നമ്മൾ കൂടുതലും ലോഡിങ് അല്ലെങ്കിൽ ഷിപ്മെൻ്റ് ആയിട്ട് കൊണ്ടുപോവാം. So ship in bulk, single place of pickup and drop, and one company and one destination. FTL cost more than LTL but quicker delivery. So ഈ സംഭവം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. So what actually FTL and LTL എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫുൾ ട്രക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോറിയുടെ കപ്പാസിറ്റി 5000 കിലോ ആണെന്ന് വെക്കുക. 5000 കിലോ പ്രോഡക്ട്സ് നമുക്കതിൽ കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ 5000 കിലോ പ്രോഡക്ട്സും അതിൽ ഫില്ല് ചെയ്ത് നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഫുൾ ട്രക്ക് ലോഡ് എന്ന് പറയുന്നത്. ഇനി ലെസ് ദാൻ ട്രക്ക് ലോഡ് മീൻസ്, ഫോർ എക്സാമ്പിൾ, ഇതേ 5000 കിലോ ഉള്ള ലോറി തന്നെയാണ്, ബട്ട് യു ഡോണ്ട് ഹാവ് ദറ്റ് മച്ച് ഓഫ് പ്രോഡക്റ്റ് ടു ട്രാൻസ്പോർട്ട്. നിങ്ങൾക്ക് അത്രയും ഗുഡ്സ് കൊണ്ടുപോകാൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 50 കിലോ പ്രോഡക്ട്സ് മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ ലെസ് ദാൻ ട്രക്ക് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കൊറിയർ സർവീസിലോ കാർഗോ സർവീസിലോ പോകുമ്പോൾ അവർ ചോദിക്കുന്ന വാക്കാണ് FTL ആണോ LTL ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. FTL മീൻസ് ഒരു ലോറി ഫുള്ളും നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ FTL ചൂസ് ചെയ്യുക. ഇനി LTL ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കൊന്നുമില്ല, എനിക്ക് ഒരു 10 കിലോയോ 50 കിലോയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊറിയർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കൊറിയർ സർവീസ് ചെയ്യുന്നവർ ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ LTL ഉണ്ടാവും അല്ലേ, ചെറിയ ചെറിയ പാർസൽസ് ഉണ്ടാവും. ഈ പാർസലെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ആയിരിക്കും അവർ കൊണ്ടുപോകുക, അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഷിപ്മെൻറ്റ് എന്ന് നമ്മളതിനെ പറയും. അതായത് എനിക്കൊരു 50 kg ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു 50 kg ഉണ്ട്, നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിലൊരു 50 kg ഉണ്ട്. അങ്ങനെ പല ഷിപ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് ലെസ് ദാൻ ട്രക്ക് ലോഡ് എന്ന് പറയുന്നത്. ലെസ് ദാൻ ട്രക്ക് ലോഡാണ് നമുക്ക് ലാഭകരം എപ്പോൾ, ഇഫ് വി ഹാവ് ഓൺലി small quantity of goods to transport, and FTL is more profitable if we have more units of goods to transport. അതായത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കൊരു 5000 kg ഗുഡ്സ് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ ഫുൾ ട്രക്ക് ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സോ LTL is a budget friendly option and is affordable for small businesses, have several stops, unpack and repack goods, different vehicle mode will be opted. LTLന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇഫ് യു നീഡ് ടു സെൻഡ് എ ഗുഡ്സ് ഫ്രം യുവർ പ്ലാന്റ് ഓർ യുവർ മാനുഫാക്ചറിങ് പ്ലേസ് ടു UAE, നിങ്ങൾക്ക് UAEയിലുള്ള ഒരു നിങ്ങളുടെ കസ്റ്റമറിനാണ് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് അയക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ LTL ആണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കൊറിയർ സർവീസായിട്ട് ഡോർ ടു ഡോർ സർവീസ് നമ്മൾ പറയും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ വന്ന് 50 kg അല്ലെങ്കിൽ 100 kg ഗുഡ്സ് അവരവരെ വണ്ടിയിൽ കളക്ട് ചെയ്യുന്നു, അവരത് അവരുടെ പ്ലാന്റിൽ പോയിട്ട് അത് അവർ അൺലോഡ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ലോഡഡ് ഇൻ ടു എ ബിഗർ വെഹിക്കിൾ, ദെൻ ട്രാൻസ്പോർട്ടഡ് ടു ദി എയർലൈൻ, എയർ മോഡിലോട്ട് പിന്നെ അത് ലോഡ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദി UAE, അവിടെയും അത് അൺലോഡ് ചെയ്യുന്നു. സോ ദിസ് അൺലോഡിങ് ലോഡിങ് പ്രോസസ്സ് ഒരുപാട് തവണ നടക്കും LTL, ബിക്കോസ് ദ ക്വാണ്ടിറ്റി ഈസ് വെരി സ്മോൾ. ആൻഡ് മോർ ഡെസ്റ്റിനേഷൻസ് ആൻഡ് പിക്കപ്സ്. ഇപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പിക്ക് ചെയ്യാനും എവിടെ എത്തിക്കുവാനും LTL വളരെ സൗകര്യപ്രദമായിരിക്കും. കാര്യം സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട്. സോ LTL വിൽ സ്റ്റാർട്ട്സ് ഫ്രം അറൗണ്ട് 45 kg to 4500 kg വരെ നമുക്ക് LTL ആയിട്ട് കണക്കാക്കാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് FTL ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ. FTL ആണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റിൽ നിന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ മാത്രമായിരിക്കും അത് എന്ത് ചെയ്യുക, അൺലോഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ,
നിങ്ങൾക്കൊരു 50,000 kg ആണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത്. നിങ്ങളൊരു സിമെൻറ്റ് മാനുഫാക്ചറാണ്. സോ സിമെൻറ്റിൻ്റെ പ്ലാന്റിൽ നിന്നും ഒരു 50,000 kg സിമെൻറ്റ് ലോഡ് ചെയ്യുന്നത് തന്നെ വലിയ കണ്ടെയ്നർ ബോക്സിലായിരിക്കും എന്ത് ചെയ്യുക, ലോഡ് ചെയ്യുക. സോ ആഫ്റ്റർ ലോഡിങ് ഇറ്റ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ടു ദി ഷിപ്പിംഗ് പ്ലേസ്. സീ പോർട്ടിലോട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യും. ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം അത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. So this is the LTL. Then LTLലും വരുന്ന LTLലും FTLലും വരുന്ന രണ്ട് ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. One is road transportation. The documents or the road consignment note എന്ന് നമ്മൾ പറയും. സോ ലാൻഡ് ഷിപ്മെൻറ്റ്സ്, അതായത് നമ്മൾ റോഡ് മാർഗം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനാണ് നമ്മളത് യൂസ് ചെയ്യുക. And it confirms the carrier or road haulage company received the goods. A contract of carriage exists between the trader and carrier. അതായത് ആരാണോ ട്രേഡർ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനാണ് ട്രേഡർ. കാരിയർ മീൻസ് എനിക്ക് കൊണ്ടുപോകുന്ന വാഹനം അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന കൊറിയർ സർവീസ് കമ്പനി ഏതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ റോഡ് കൺസൈൻമെൻറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റിലൊക്കെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഡോക്യുമെൻ്റ് ആണ് എന്ത്, റോഡ് കൺസൈൻമെൻറ്റ് നോട്ട്. അത് നിങ്ങളുടെ എവിടെ നിന്ന് വരുന്നു, ഇതാരാണ് ഈ ഗുഡ്സിൻ്റെ ഓണർ, ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ ചെക്ക് പോസ്റ്റിൽ GST ഗുഡ് സർവീസ് ടീം അല്ലെങ്കിൽ എക്സൈസ് ടീം ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് റോഡ് കൺസൈൻമെൻറ്റ് നോട്ട്. ആൻഡ് ദിസ് ഈസ് എ നോൺ നെഗോഷിയബിൾ ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ് വെച്ച് നമുക്ക് വിലപേശുവാനോ ഇത് കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എടുക്കുവാനോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ്സ് മറച്ചു വയ്ക്കുവാനോ ഉള്ള യാതൊരുവിധ അവകാശവും കൊണ്ടുപോകുന്ന വ്യക്തി, അതായത് കാരിയറിന് ഉണ്ടാവത്തില്ല. ദെൻ മറ്റൊരു ഡോക്യുമെൻ്റാണ് ട്രക്ക് അല്ലെങ്കിൽ ലോറി റെസീപ്റ്റ് എന്ന് പറയും. അതൊരു പ്രിൻറ്റഡ് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള റെസീപ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണയൊക്കെ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു റെസീപ്റ്റ് കണ്ടിട്ടില്ലേ, അത്രമാത്രം വലിപ്പമുള്ളൊരു റെസീപ്റ്റ്. ദെൻ അക്നോളജ്മെൻറ്റ് ഓഫ് റിസീവിങ് ഗുഡ്സ്, അതായത് നിങ്ങൾ ലോറിയിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് കയറ്റി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുന്ന. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് ലോറിയിൽ കയറ്റി കഴിഞ്ഞു. അപ്പോൾ ലോറിയുടെ ബന്ധപ്പെട്ട വ്യക്തികൾ എനിക്കൊരു ഡോക്യുമെൻ്റ് തരുന്നതാണ്, ഒരു റെസീപ്റ്റ് തരുന്നതാണ്, നിങ്ങളുടെ ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഒരു പ്രൂഫാണ് എന്ത്, ലോറി റെസീപ്റ്റ്. സോ ഇറ്റ്സ് എ ലീഗൽ പ്രൂഫ് ദ ഷിപ്മെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ബൈ ദ ട്രക്കിംഗ് കമ്പനി. ട്രക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഉടമ നമുക്ക് തരുന്ന ഒരു ലീഗലായിട്ടുള്ള പ്രൂഫാണ് ലോറി റെസീപ്റ്റ് എന്ന് പറയുന്നത്. അതിലുണ്ടാവുക ഡേറ്റ് ആൻഡ് ടൈം, ആരാണ് സപ്ലയർ, ഡീറ്റെയിൽസ് ഓഫ് ദി ട്രക്കിംഗ് കമ്പനി, ഗുഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഏതാണ് ഡെസ്റ്റിനേഷൻ, എത്ര കാശാണ് തരുന്നത്, പിന്നെ മറ്റെന്തെങ്കിലും റിലവൻറ്റ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ, അതായത് ഇതെന്ത് ടൈപ്പ് പ്രോഡക്റ്റ്സ് ആണ്, ഇപ്പോൾ ഫിഷാണ്, ചീത്തായി പോകുന്ന സാധനമാണ്, അല്ലെങ്കിൽ പച്ചക്കറിയാണ്, അല്ലെങ്കിൽ ഐസ്ക്രീമാണ് എന്നുള്ള പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അതും മെൻഷൻ ചെയ്തിരിക്കും. സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് കൺസൈൻമെൻറ്റ് നോട്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത റോഡ് കൺസൈൻമെൻറ്റ് നോട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ മുകളിലൊരു ബ്ലൂ കോളം കണ്ടിട്ടുണ്ടാവും. അതിലാണ് ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു. ദെൻ ഷിപ്പറിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, കൺസൈനിയുടെ ഡീറ്റെയിൽസ്. ഷിപ്പർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് സെൻഡ് ചെയ്യുന്ന വ്യക്തി, അതായത് ഞാൻ. ഇനി കൺസൈനി മീൻസ് പ്രോഡക്റ്റ് റിസീവ് ചെയ്യുന്ന വ്യക്തി, അതായത് എൻ്റെ കസ്റ്റമർ. സോ അവരുടെ രണ്ടുപേരുടെയും പിൻകോഡ്, അഡ്രസ്, മൊബൈൽ നമ്പർ, GST നമ്പർ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ കംസ് ദി സർവീസ് ആൻഡ് താരിഫ് എമൗണ്ട് ആണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോളത്തിൽ കാണാം. എത്രയാണ് ഓരോ പ്രോഡക്റ്റ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ വെയിറ്റ് എത്രയാണ് എന്നുള്ളതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. GST, CGST, SGST, GST ഒക്കെ കൂടെ ഗ്രാൻഡ് ടോട്ടൽ നമ്മളതിൽ നൽകിയിരിക്കണം. ദെൻ ഇത്ര എമൗണ്ട് റിസീവ് ചെയ്തു എന്ന് നമ്മുടെ കൊണ്ടുപോകുന്ന വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നതാണ് received column. This is also another example of consignment note, and this is an example of transport truck receipt. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത receipt.